ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെ വരച്ചെന്ന് കാണിച്ചു തരാം. ബാ. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ആണ്, ഒരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ പോളിക്രോമോസ്, ഫാബർ കാസ്റ്റലിൻ്റെ പോളിക്രോമോസ് പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, വൈറ്റ് പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഒരു ടോൺഡ് ഗ്രേ പേപ്പറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടോൺഡ് ഗ്രേ പേപ്പർ എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു മിഡ് ടോൺ ആയിട്ട് വരുന്നത് ഗ്രേ ആണ്. അപ്പോൾ ഈ മിഡ് ടോൺ ഗ്രേസിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഈസിയാണ്. നമുക്ക് ഒരു ഗ്രേ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മിഡ് ടോൺസ് കുറേയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കലി പേപ്പറിൻ്റെ കളർ ഗ്രേ ആയതിനാൽ കുറച്ച് വേറെ ഗ്രേ ഷെയ്ഡ്സ് മാത്രം നമ്മൾ അടിച്ചാൽ മതി. വേറെ അതിൻ്റെ മേലേക്ക് ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വൈറ്റ് പെന്ന് നല്ലപോലെ യൂസ് ചെയ്യുക. ഇടയ്ക്ക് ഇപ്പോൾ ഹൈലൈറ്റ്സിനൊക്കെ ആയിട്ട് വൈറ്റ് പെന്ന് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈലൈറ്റ്സ് വരിക എപ്പോഴും ചിലപ്പോൾ ഒരു കളറിൽ തന്നെ ആയിരിക്കില്ല. എപ്പോഴും വൈറ്റ് തന്നെ ഹൈലൈറ്റ്സ് വരണമെന്നില്ല. ഹൈലൈറ്റ്സ് ചിലപ്പോൾ പിങ്കിലായിരിക്കാം, ഇപ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് പർപ്പിൾ ആയിരിക്കാം. അപ്പോൾ പല ഷെയ്ഡ്സിൽ നമുക്ക് ഹൈലൈറ്റ്സ് വരും. അപ്പോൾ അത് കറക്റ്റ് വാല്യൂ ഏതാ, കറക്റ്റ് കളർ ഏതാ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഗ്ലാസ് നമുക്കൊരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആയതിനാൽ ഇതിൻ്റെ ലൈറ്റും ഷെയ്ഡോ ഇങ്ങനെ നല്ലൊരു ജമ്പ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് വരുന്ന ഭാഗത്തുള്ള ഹൈലൈറ്റ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ ഷെയ്ഡോസും ഉണ്ടാവും. ആ ഷെയ്ഡോസിന് ആ ഹൈലൈറ്റിനും ആ കറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഹൈലൈറ്റ്സ് മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് ചാർക്കോൾ പെൻസിലാണ്. അപ്പോൾ ഈ ഹൈലൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഷാഡോസിൻ്റെ ജമ്പ് തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഈ ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെറിയൊരു തിക്നെസ് കൂടുതലുണ്ടാവും. അതായത് നമ്മളുടെ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗവും അതേപോലെ ബോട്ടം ടോപ്പ് ഈ 3 ഭാഗം വെച്ച് നോക്കുമ്പോൾ ബോട്ടം ഭാഗത്തിന് ഏറ്റവും കൂടുതൽ തിക്നെസ്സും ടോപ്പ് എത്തുമ്പോൾ ഒരു ചെറിയ തിക്നെസ്സുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ തിക്നെസ്സുള്ള ഭാഗത്ത് നല്ലപോലെ ഷാഡോ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിതിൽ മേലെ വരച്ചിട്ടുള്ള ടോപ്പ് ഭാഗത്തിന് കുറച്ച് ഷാഡോ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ ഗ്ലാസ് താഴത്തേക്ക് എടുക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് നല്ല ഡാർക്ക് ഷാഡോസും വരും. അതേപോലെ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് നല്ല ഹൈലൈറ്റും വരും. അപ്പോൾ അത് ഇതേപോലെ വൈറ്റ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വരയ്ക്കുന്നത് ഈ ഗ്ലാസിൻ്റെ ബോട്ടം ഭാഗമാണ്. ഈ ഗ്ലാസിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഷാഡോസാണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തിക്നെസ് അല്ലെങ്കിൽ വോളിയം നല്ലപോലെ ഇരിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് നല്ലപോലെ റിഫ്ലക്ഷനും ഒക്കെ ഉണ്ടായിട്ട് അവിടെ നല്ല ഡാർക്കായിട്ടുള്ള പോർഷൻസും നല്ല ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസും അവിടെ ഒരേ സമയം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെൻസിലാണ്. ബ്ലാക്ക് പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഗ്രാഫൈറ്റ് പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള വാല്യൂസ് അപ്ലൈ ചെയ്യുക ഇത് രണ്ടും യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കളർ പെൻസിൽ പോളിക്രോമോസ് ആണ്, ഫാബർ കാസ്റ്റലിൻ്റെ പോളിക്രോമോസ് ഉള്ള പെൻസിൽ. അപ്പോൾ ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രേസും, അതായത് ഇപ്പോൾ ഈ പേപ്പർ നമ്മൾ ടോൺഡ് ഗ്രേ പേപ്പർ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്രേ ടോൺസ് വേറെയും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്ലാസിൻ്റെ ബോട്ടം ഭാഗം പെയിൻറ്റ് ചെയ്തെടുക്കുന്നതാണ് അടുത്തായിട്ട് ചെയ്തത്. ഇനി അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഈ ഫ്ലോറിൽ ഇപ്പോൾ അതല്ലെങ്കിൽ ഈ പേപ്പറിലാണ് കിടക്കണം എന്നുള്ളത് നമുക്ക് ആ ഫീല് കിട്ടണമെങ്കിൽ പേപ്പറിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഷാഡോ വരും, ആ ഗ്ലാസ് നിൽക്കുന്നതിൻ്റെ ഷാഡോ. ആ ഷാഡോ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാണുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ലുക്കിലാണ് കാണുക. അതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയ വളവ് നമുക്ക് ഫീൽ ചെയ്യും. ആ വളവിൽ തന്നെ വേണം നമ്മൾ ആ ഷാഡോസ് വരയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. ആ ഷാഡോ ആണെങ്കിൽ കറക്റ്റ് ബ്ലെൻഡഡും ആയിരിക്കണം. പിന്നെ കറക്റ്റായിട്ടുള്ള ബ്ലെൻഡിങ് വേണം. ഇപ്പോൾ നമ്മൾ ഈ ടോപ്പ് ഭാഗം വരയ്ക്കുമ്പോൾ ഇവിടെ ഒരേ സമയം വൈറ്റും അതേപോലെ ഗ്രേയും ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വരച്ചാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഗ്രേഡിയൻ്റ് ഫീല് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ലൈറ്റിൽ നിന്നും ആ ഷാഡോയിലേക്ക് പോകുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ബ്ലെൻഡിങ് വേണം. ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് ഷാഡോസ് ഉള്ളിടത്തൊക്കെ നമ്മൾ ബ്ലാക്ക് പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഫാബർ കാസ്റ്റലിൻ്റെ. അതേപോലെ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ചാർക്കോൾ പെൻസിൽ കൂടി യൂസ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് പോളിക്രോമോസ് പെൻസിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. വൈറ്റ് ഹൈലൈറ്റ്സ് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് വൈറ്റ് ഹൈലൈറ്റ്സ് ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹൈലൈറ്റ് ഭാഗങ്ങൾ നമുക്ക് ഈ ചിലപ്പോൾ
ബ്ലാക്ക് അടിച്ചതിൻ്റെ മേലെ അടിക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റ് പെൻ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് പെന്നുണ്ട്. അപ്പോൾ ആ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് ഉള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്തോറും ഡാർക്ക് ഷാഡോസ് ഉണ്ട്. അപ്പോൾ ആ ഡാർക്ക് ഷാഡോസ് ഇതേപോലെ ഗ്രാഫൈറ്റ് പെൻസിലും അതേപോലെ നമ്മുടെ പോളിക്രോമോസിൻ്റെ ബ്ലാക്ക് പെൻസിലും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഷേഡോ ആണ്. അതായത് ഗ്ലാസ്സിന്മേലുള്ള ഷേഡോസ് അല്ലാതെ ഗ്ലാസിൻ്റെ ഷേഡോ, പേപ്പറിലുള്ള ഗ്ലാസിൻ്റെ ഷേഡോ ആണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബ്ലെൻഡിങ് വേണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള അതിനൊരു ഗ്രാഫൈറ്റ് പെൻസിലാണ്. 2B ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് വരയ്ക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഗ്രാഫൈറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി ഇത് കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പെൻസിലുകൾ, അതായത് വൈറ്റ് കളർ ചാർക്കോൾ പെൻസിൽ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ പോളിക്രോമോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പെൻസിൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ അങ്ങനെയുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ഷാഡോ ലുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഷാഡോ, ഇത് രണ്ടിനും ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. മിഡ് ടോൺ ഓൾറെഡി ഈ പേപ്പറിൽ നമുക്ക് ഗ്രേ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഉണ്ട്. ആ മിഡ് ടോൺസിന് വാല്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇല്ലാന്നല്ല, ഇപ്പോൾ വൈറ്റ് പേപ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ മിഡ് ടോൺസിന് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ കൂടെ ജേർണിയിൽ കൂടുക. ഓക്കെ, ബൈ ബൈ.